വിവാഹശേഷം സുധ എന്ന പാവം പെൺകുട്ടി ഭർത്താവിൽ നിന്ന് നേരിടുന്ന ക്രൂരതകൾ നിറഞ്ഞതാണ് ഈ മൂവി. സുധയെ ചന്ദ്രൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതാണ് സിനിമയുടെ തുടക്കം. അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. വഴിയിൽ വെച്ച് അവർ വന്ന ജീപ്പ് കേടായി ചന്ദ്രൻ അത് നന്നാക്കുകയാണ്. ജീപ്പ് ശരിയാക്കിയ ശേഷം ചന്ദ്രൻ കയ്യിൽ പറ്റിയ കരിയും ഓയിലും അയാളുടെ ആ കല്യാണ ഡ്രസ്സിൽ തന്നെ തേച്ചു. ആദ്യ ദിവസമായിട്ട് പോലും ചന്ദ്രൻ ഒരു പരുക്കനായിട്ടാണ് സുധയോട് പെരുമാറുന്നത്. ചന്ദ്രന്റെ വീട് ഒരു മലയോര പ്രദേശത്താണ്. ചന്ദ്രന്റെ വീടാണെങ്കിലോ അടച്ചുറപ്പുള്ള ഒരു മുറി പോലും ഇല്ലാത്ത ഒരു വീടാണ്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ചന്ദ്രൻ കൂട്ടുകാരുമായി വെള്ളം അടിച്ചിരിക്കുകയാണ്. സുധ റൂമിൽ ചന്ദ്രനെ കാത്തിരിക്കുന്നു. ആ റൂമിലുള്ള ജനാലയ്ക്കാണെങ്കിൽ അടയ്ക്കാൻ പോലും പറ്റാത്ത വിധം തുറന്നു കിടക്കുകയാണ്. സുധ ഡോർ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. പിന്നെ റൂമിൽ ചന്ദ്രന്റെ കണ്ടുപിടുത്തം പോലെ ഒരു ലൈറ്റ് ഉണ്ട്. അത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചന്ദ്രൻ കുടിച്ചുകൊണ്ട് രാത്രിയായപ്പോഴേക്കും വീട്ടിലേക്ക് വന്നു. ചന്ദ്രന്റെയും സുധയുടെയും റൂമിന്റെ പുറത്തായി പായ വിരിച്ചാണ് അയാളുടെ അമ്മയും അനിയനും കിടക്കുന്നത്. ഇവരുടെ റൂമിലാണെങ്കിൽ ഒരു കട്ടിയില്ലാത്ത സാരത്തുണി കർട്ടനാക്കി മറച്ചിട്ടുണ്ട് എന്നല്ലാതെ അടച്ചുറപ്പുള്ള ഒരു ഡോർ പോലുമില്ല. ചന്ദ്രൻ റൂമിലേക്ക് വന്ന് പ്രത്യേകിച്ച് ഒന്നും മിണ്ടാൻ പോലും നിൽക്കാതെ സുധയെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ജനൽ തുറന്നു കിടക്കുന്നതും റൂമിനൊരു കതക് പോലും ഇല്ലാത്തതും ആ വെളിച്ചവും സുധയെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ആദ്യ ദിവസം തന്നെ തന്നോട് താല്പര്യക്കുറവ് കാണിച്ചതുകൊണ്ട് സുധയോട് ചന്ദ്രന് ദേഷ്യം കൂടി. അയാൾ അവളോട് ദേഷ്യപ്പെട്ട ശേഷം കിടന്നുറങ്ങി. റൂമിലെ ആ വെളിച്ചം കാരണം അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ ഉറക്കമെണീറ്റ സുധ പുറത്തിറങ്ങി അവിടെയൊക്കെ ആസ്വദിച്ചു കണ്ടു. എന്നാൽ അവർ കൃഷി ചെയ്തിരിക്കുന്ന മരച്ചിനിയും മറ്റും പന്നികൾ ഇറക്കി മറിച്ചിട്ടിരുന്നു. സുധയ്ക്ക് അതൊക്കെ ആദ്യ കാഴ്ചയായിരുന്നു. അടുത്ത ദിവസം രാത്രിയും ചന്ദ്രൻ സുധയോട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ലൈറ്റും തുറന്ന ജനലും ഒക്കെ പിന്നെയും അവളെ അസ്വസ്ഥയാക്കി. ഇത് കണ്ട ചന്ദ്രൻ ദേഷിച്ചുകൊണ്ട് അവളുടെ അടുത്ത് നിന്നും പോയി. ചന്ദ്രൻ സ്നേഹത്തോടെ ഒന്നും നോക്കുക പോലും ചെയ്യുന്നില്ലായിരുന്നു സുധയെ. സുധയോട് മാത്രമല്ല അയാൾ സ്വന്തം അമ്മയോട് പോലും പ്രത്യേകിച്ച് ഒരു സ്നേഹവുമില്ലായിരുന്നു. രാത്രി ചന്ദ്രൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സുധ അയാളോട് റൂമിലെ ലൈറ്റിന് ഒരു സ്വിച്ച് വെച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അതെന്റെ കണ്ടുപിടുത്തമാണ്, നീ അതിൽ തൊട്ടുപോകരുതെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. എന്നാൽ സുധ തമാശയ്ക്ക് ഈ വെളിച്ചമൊക്കെ നമ്മുടെ ഉത്സവത്തിന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അയാൾ മുൻപിലിരുന്ന പാത്രമൊക്കെ ചവിട്ടി തെറിപ്പിച്ച് അവളോട് ദേഷ്യപ്പെട്ടു. അടുത്ത ദിവസം ചന്ദ്രൻ ഊണുമായി പോയ സുധ ആ മലഞ്ചെരുവിയിലെ പുഴയും മറ്റും ആസ്വദിച്ച് ആഹാരവുമായി എത്തി. എന്നാൽ ചന്ദ്രന് സുധ ആഹാരവുമായി ചെന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ അവളോട് അതിനും ദേഷ്യപ്പെട്ടു. ചന്ദ്രന്റെ കൂട്ടുകാരൻ ചന്ദ്രനോട് അവൾ നിന്റെ ഭാര്യയല്ലേ, കുറച്ച് സ്നേഹത്തിൽ പെരുമാറാൻ പറഞ്ഞു. ചന്ദ്രൻ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ചന്ദ്രന്റെ അനിയനും ചന്ദ്രനെ പോലെ ഒരു മുരടനായിരുന്നു. ഒറ്റമുറി മാത്രമുള്ള ആ വീട്ടിൽ കുളി കഴിഞ്ഞ് വസ്ത്രം മാറുന്ന സുധയുടെ നിഴൽ റൂമിന് പുറത്തുള്ള തുണിയിലൂടെ ചന്ദ്രന്റെ അനിയൻ നോക്കി നിന്നു. അടുത്ത ദിവസം ചന്ദ്രനോട് അവൾ ജനലിനും കതകിനും ഡോർ വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സുധ കാർഡ്ബോർഡും കയറുമൊക്കെ വെച്ച് ഒരുവിധം ജനലിന് ഡോർ സെറ്റ് ചെയ്തു. എന്നാൽ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന ചന്ദ്രന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ അന്ന് കടയിൽ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാത്രി വീട്ടിലേക്ക് വന്ന ചന്ദ്രൻ അത്യാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അത് സുധയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചന്ദ്രൻ അവളെ നല്ലതുപോലെ ഉപദ്രവിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് ചന്ദ്രന്റെ അമ്മയും അനിയനും കിടപ്പുണ്ടെങ്കിലും ചന്ദ്രനെ പേടിച്ച് അമ്മയും മിണ്ടാതെ കിടന്നു. അവൾ എണീറ്റു പോകാതെ ഇരിക്കാൻ അയാൾ ടോർച്ച് കൊണ്ട് കാലിൽ ഒരടി കൊടുത്തു. വേദന സഹിക്കാൻ വയ്യാതെ അലറിക്കരഞ്ഞ് അവളുടെ വായ പൊത്തിപ്പിടിച്ച് അയാൾ അവളെ കീഴ്പ്പെടുത്തി. അടുത്ത ദിവസം ബെഡിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു സുധയ്ക്ക്. അവളുടെ കാല് നീര് വന്നിരുന്നു. വേദന കാരണം അവൾ നിലത്ത് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു. സുധയ്ക്ക് ആകെ ഒരു ആശ്വാസവും കൂട്ടും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയും പിന്നെ ചന്ദ്രന്റെ അമ്മയും മാത്രമായിരുന്നു. അന്ന് രാത്രിയും ചന്ദ്രൻ എത്തിയത് ഒരു സൈക്കോ മൂഡിലായിരുന്നു. അയാൾ അവളെ ബലമായി ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ അടുത്തിരുന്ന കത്തി കൊണ്ട് അവൾ അയാൾക്ക് നേരെ ചൂണ്ടി. അയാൾ അപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം സുധ അവളുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് പോലും സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അവളുടെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയും ചെയ്തു. എല്ലാം സഹിച്ച് നിസ്സഹായി നിൽക്കാനേ സുധയ്ക്ക് സാധിച്ചുള്ളൂ. അങ്ങനെ ചന്ദ്രൻ പോയ ശേഷം സുധ തന്റെ തുണിയും സാധനങ്ങളും ഒക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകാനൊരുങ്ങി. പിന്നെ ചന്ദ്രന്റെ പോക്കറ്റിൽ നിന്ന് വണ്ടിക്കൂലിക്കുള്ള പൈസയും എടുത്ത് അമ്മയോട് പോലും യാത്ര പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഉള്ള കാടും മലയൊക്കെ താണ്ടി ഓടി കിതച്ച് പകുതിയായപ്പോഴേക്കും കണ്ടകശനി തലയ്ക്ക് ഉദിച്ചതുപോലെ ചന്ദ്രൻ കണ്ടുകൊണ്ടുവന്നു. അയാൾ അവിടെ കിടന്ന ഒരു വലിയ കമ്പെടുത്ത് അവളെ അവിടെ വെച്ച് തന്നെ തലങ്ങും വിലങ്ങും അടിച്ച് ശരിയാക്കി. എന്നിട്ട് വലിച്ചഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വേദന കാരണം എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്ന സുധയ്ക്ക് ചന്ദ്രന്റെ അമ്മ ചൂടുവെള്ളം വെച്ച് ശരീരത്തൊക്കെ പിടിച്ചു കൊടുത്തു. അവളുടെ വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു അത്. ശേഷം അമ്മ സുധയോട് പറഞ്ഞു, ചന്ദ്രന്റെ അച്ഛനും ഇതേ സ്വഭാവമായിരുന്നു. അയാളും അവരെ നന്നായിട്ട് ഉപദ്രവിച്ചിരുന്നു. അവളോട് അവനെ വെറുക്കരുതെന്ന്, നീ ഒരു പെണ്ണല്ലേ, കഴിയുന്നതും അവനെ ചുണ്ടുപിടിപ്പിക്കാതെ നോക്കണം എന്നും പറഞ്ഞു. അന്ന് രാത്രിയും കുടിച്ചിട്ട് വന്ന ചന്ദ്രൻ അവളെ ക്രൂരമായി ഉപദ്രവിച്ചു. അയാൾക്ക് അതൊരു ഹരമായിരുന്നു. ഒരു ദിവസം സുധയും അമ്മയും കൂടി പുറത്തു നിന്നപ്പോൾ മണ്ണിൽ തേളുകൾ ഓടുന്നത് കണ്ടു. മഴ കഴിയുമ്പോൾ ഇറങ്ങുന്നതാണെന്നും വിഷമുള്ള ഇനമാണ്, കടിക്കാതെ സൂക്ഷിക്കണമെന്നും അവളോട് അമ്മ പറഞ്ഞു. എന്നാൽ സുധയ്ക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല. കാരണം അതിനേക്കാൾ വേദന അവൾ അനുഭവിച്ചതുകൊണ്ട് അയാളോടുള്ള പക മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ.
അന്ന് തന്നെ റൂമിലിരുന്ന് ഇലക്ട്രിക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചന്ദ്രന്റെ അടുത്തേക്ക് സുധ ആരും കാണാതെ പിടിച്ചു വെച്ചിരുന്ന തേളിനെ തുറന്നുവിട്ടു. അത് കറക്റ്റായിട്ട് ചന്ദ്രന്റെ ദേഹത്ത് ഇഴഞ്ഞു കയറുകയും ചെയ്തു. ഇതെല്ലാം നോക്കിക്കൊണ്ട് സുധ കട്ടിലിൽ കിടക്കുകയാണ്. എന്നാൽ ചന്ദ്രൻ തേളിനെ പുഷ്പം പോലെ എടുത്ത് ടേബിളിൽ വെച്ച് പണിയെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ചുറ്റിക വെച്ച് ഒറ്റ അടി. അതിലും ഫലം കാണാത്ത സുധ നിരാശയായി. അടുത്ത ദിവസം ചന്ദ്രന്റെ അമ്മ ബന്ധുവീട്ടിൽ പോയപ്പോൾ എങ്ങനെയെങ്കിലും ചന്ദ്രനെ തീർത്താൽ മതിയെന്ന് ചിന്തിച്ച സുധ ചന്ദ്രൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവൾ പുറത്തിറങ്ങി ഡോറും ജനലും ഒക്കെ നന്നായിട്ട് അടച്ച ശേഷം ഗ്യാസ് തുറന്നു വിട്ടു. എന്നിട്ട് തീപ്പെട്ടി കത്തിച്ച് ഉള്ളിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രനെ തിരക്കി കൂട്ടുകാരൻ വന്നു. അങ്ങനെ ആ ശ്രമവും നടന്നില്ല. അടുത്ത ദിവസം അമ്മ വന്നപ്പോൾ ചന്ദ്രനോട് അയാളുടെ മാമന്റെ വീട്ടിൽ പോകണമെന്നും സുധയെ കൂടി കൂട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞു. ചന്ദ്രൻ അതിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ ചന്ദ്രനും സുധയും യാത്ര തിരിച്ചു. ചന്ദ്രൻ സുധയെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മുൻപിൽ നടന്നുപോയി. അവിടെ എല്ലാവരും കാര്യമായിട്ടാണ് അവരെ രണ്ടുപേരെയും സത്കരിച്ചത്. രാത്രി ആയപ്പോഴേക്കും സുധ ടെറസിന് മുകളിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ചന്ദ്രനോട് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ആ ചോദ്യം തന്നെ ചന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രൻ അവിടെ ഇരുന്ന് മദ്യപിച്ചിരിക്കൊണ്ടിരുന്ന എല്ലാവരുടെയും മുൻപിൽ വെച്ച് സുധയോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ആദ്യം തമാശയ്ക്കാണെന്ന് കരുതിയ സുധ ഡാൻസ് കളിക്കാതെ നിന്നപ്പോൾ ചന്ദ്രന് ദേഷ്യം വന്ന് അവളെ വഴക്ക് പറഞ്ഞു. ഇത് കണ്ട് കൂടെ നിന്നവർ ചന്ദ്രനെ വഴക്ക് പറഞ്ഞെങ്കിലും സൈക്കോ ആയ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ ബലമായി പിടിച്ച് ഡാൻസ് കളിപ്പിച്ചു. തിരികെ നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. മലയിടുക്കുകളിലെ വെള്ളത്തിലൂടെയൊക്കെ സുധ നടക്കാൻ നല്ല കഷ്ടപ്പെട്ടു. എന്നാൽ ചന്ദ്രന്റെ കാൽ വഴുതി അയാൾ വെള്ളപ്പാച്ചിലിൽ വീണു. സുധ സഹായിക്കാൻ കൈ നീട്ടിയെങ്കിലും അയാൾ അത് മൈൻഡാക്കിയില്ല. എന്നാൽ മഴയുടെ ശക്തിയും മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഒഴുക്കും കൂടിയപ്പോൾ ചന്ദ്രന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. കൂടെ വലിയ മരങ്ങൾ ഒക്കെ കടപുഴുകി ഒഴുക്കിലേക്ക് വീണു. ചന്ദ്രൻ തന്റെ ഷർട്ട് ഒരു സുധയോട് രക്ഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും അയാൾ ജീവിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ താൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തെക്കുറിച്ചോർത്ത് അവൾ പിറകിലേക്ക് മാറി. ഒടുവിൽ മഴവെള്ളപ്പാച്ചിലിൽ ചന്ദ്രനെ കാണാത്ത വിധം അയാൾ ഒഴുകിപ്പോയി. അങ്ങനെ ചന്ദ്രന്റെ മരണശേഷവും സുധ ചന്ദ്രന്റെ വീട്ടിൽ തന്നെ നിന്നു. ഒരു ദിവസം അമ്മ ഇല്ലാത്ത സമയം ചന്ദ്രന്റെ അനിയൻ സുധയുടെ റൂമിൽ വന്ന് അവളോട് മോശമായി സംസാരിച്ചു. എന്നാൽ ഇത്തവണ സുധയ്ക്ക് ഒട്ടും പേടിയില്ലായിരുന്നു. അവൾ അവനോട് പറഞ്ഞു, നീ മരണത്തെ കണ്ടിട്ടുണ്ടോ? എന്റെ തൊട്ടടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഭർത്താവിന്റെ മരണം. അപ്പോൾ പോലും ഞാൻ ഭയന്നിട്ടില്ല. ഇത് കേട്ടതും അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ചന്ദ്രന്റെ മരണശേഷം അവൾ ആദ്യം ചെയ്തത് അയാൾ വലിയ സംഭവമായി കൊണ്ടു നടന്ന ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ച് വയ്ക്കുകയായിരുന്നു.